സഹോദരി കലാസ്നേഹികളെ, ഒരു വർഷത്തിൽ 2 വട്ടമെങ്കിലും നെറ്റിടിച്ച് മോളിവുഡിൽ കമന്ന് വീണില്ലെങ്കിൽ അൽത്താഫിന് ഒരു സുഖം കാണൂല. ഇത്തവണ എന്തായാലും അദ്ദേഹം ഉച്ചയും കൂത്തി 2 വട്ടം വീണിട്ടുണ്ട്. ആദ്യം മറിഞ്ഞു വീണപ്പോ ഫാദിന്റെ കോളറിൽ കയറി പിടിച്ച് ഫാദിനെ വലിച്ചിട്ട് ഇതൊരു കൂട്ടം പൊട്ടന്മാരായിട്ട് ഒരുമിച്ചങ്ങ് വീണ്. ഈ സിനിമ ആരംഭിക്കുമ്പോൾ നായകൻ സ്ത്രീ വേഷത്തിൽ തില്ലം തിന്നം നടന്നു വരികയാണ്. ഇതൊരു ആചാരമാണ്, പുരുഷൻ സ്ത്രീ വേഷം കെട്ടുന്ന ആചാരം. കൊള്ളാല്ലേ? പുള്ളിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഗൈസ്. ലേശം വൃത്തിയുടെ അസ്കിത. കപ്പലിന്റെ കച്ചവടക്കാരന്റെ അടുത്ത് ചെറിയ അരി കഴുകും പോലെ മണലും കഴുകണമെന്ന്. അറ്റ്ലീസ്റ്റ് ഒന്ന് കഴുകിയിട്ട് യൂസ് ചെയ്തോടെ. മണ്ണ് കഴുകാനോ? ഏതാണ് മരഭൂതം? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? പിന്നെ കോണാനൊടുത്ത കോലം കണ്ടാലും നാച്ചുറലി ഞരമ്പിളകുന്ന നാട്ടുകാർ എല്ലായിടത്തും ഉള്ളത് കൊണ്ട് ഉത്സവ പറമ്പുകളിൽ നമുക്ക് ചില മലർവാടികളെ കാണാൻ സാധിക്കുമല്ലോ. അത്തരത്തിൽ ഒരുവൻ നമ്മുടെ ഉള്ളൂക്ക പട്ടയുടെ മൂലത്ത് കയറി ഒരു പിടി. ഇനി നമ്മുടെ അസീസിക്കയുണ്ട്. പുള്ളി നായകന്റെ ചേട്ടനാണ്. ഇത് ഈ ഭാര്യ ഞാൻ എവിടെയോ ഇവരുടെ ഈ വേഷമൊക്കെ കണ്ടപ്പോഴേ പാടാൻ സെൻസർ ചെയ്ത ടീമൊക്കെ ചിരി നിർത്താൻ പറ്റി കാണൂലേ. സോ ഇതിലെ കഥാനായകൻ അൽത്താഫ് ഒരു സർക്കാർ ജോലിക്കാരനാണ്. അങ്ങനെ ഇരിക്കേ അല്ലിതാര് കഴിഞ്ഞ ദുർഗാഷ്ടമിക്ക് ഏറി കയറിയ ചേച്ചിയാണ്. ഏറിന്നിറങ്ങിയപ്പോ നേരെ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത ചേച്ചിയുടെ പുണ്യനാക്കിന്റെ പ്രവൃത്തി തീർത്തും പേര് കെട്ടതാണല്ലോ. പഞ്ചേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും ടാറ്റു കൊടുക്കണമെങ്കിൽ ചേച്ചിയെ സമീപിച്ചാൽ മതി. അല്ലേ വേണ്ട കഴിഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചെടുക്കണം ശരിയല്ല. നോക്കൂ സുഹൃത്തുക്കൾ, ഈ സിനിമ പറയുന്നത് ഒരു വളരെ വലിയ വിഷയമാണ്. പക്ഷെ അത് പൂർണ്ണമായും ഡെലിവറി ചെയ്യാൻ സിനിമയ്ക്ക് ആയില്ല എന്നതാണ് സത്യം. ഇത് ആരിയിരിക്കണ ചൂടാക്കിയ ചൗരിപ്പ. ചുരുക്കി പറഞ്ഞ പടം ഒരു കൂട്ട ആത്മഹത്യ പ്രേരണയാണ്. ഇത് മാടമ്പി ദേവല്ലേ? അല്ല അങ്ങനെ പേരെന്തായിരുന്നു? ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും പ്രേക്ഷകരുടെ തലയിൽ എഴുത്തു പോലെ അരോചക വിധിയായി ഓരോ സീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് തന്നിട്ടുണ്ട്. ചന്തുവിനെ തോപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കയ്യിലെ മക്കളെ, ചന്തുവിനെ തോപ്പിച്ചോണ്ട് പലരും പലവട്ടം. അങ്ങനെ ഇരിക്കും തന്തയ്ക്കൊപ്പം വളർന്ന മോന്റെ തണ്ടപ്പേര് മാറ്റേണ്ട സമയമായെന്ന് അറിഞ്ഞ വീട്ടുകാർ അവനൊരു കല്യാണം ആലോചിക്കുകയാണ്. ഒരു സർക്കാർ ജോലിക്കാരന് പെണ്ണ് കെട്ടാനാണോ ഈ നാട്ടിൽ പഞ്ഞം? പറഞ്ഞ് തീരെ മുന്നേ കൊണ്ട് നിർത്തി കൊടുക്കൂല ഒരു കിളി പോലത്തെ പെണ്ണിന്. പെണ്ണ് കാണാൻ വേണ്ടി പെണ്ണ് അവനെ വിളിച്ച് ചെകുത്താന്റെയും കടലിന്റെയും നടുക്കൊണ്ട് നിർത്തും. എന്തായാലും ഇത്രയും വരെ പോയാലേ 2 പേർ കൂടെ ഒരു കയാക്കിങ് കൂടെ ചെയ്തുകൂടായിരുന്ന. എന്നെ ഇഷ്ടായോ? അതെനിക്കൊന്ന് ആലോചിക്കണം. അങ്ങനെ എന്തായാലും നമ്മുടെ കാതൽ കോണ്ടയിലെ ധനുഷിന്റെ എൻഗേജ്മെന്റ് നടക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണോ? എൻഗേജ്മെന്റ് കഴിഞ്ഞു. സേവ് ദ ഡേറ്റ് എങ്ങനെ വെറൈറ്റി ഷൂട്ട് ചെയ്യാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെ ഇരിക്കും നമ്മുടെ നായകന്റെ കല്യാണം ഉറപ്പിച്ചത് ഓഫീസിലുള്ള എല്ലാ ടീമുകളും അറിയുകയാണ്. കല്യാണമോ കളവാണമോ അടിയന്തരമോ ആചാര ചടങ്ങോ എന്ത് തന്നെ ആയാലും നമ്മൾക്ക് എന്താണ് വേണ്ടത്? ലെറ്റ്സ് പാർട്ടി. അതിന് മുന്നേ ഒരു കാര്യം, കൂട്ടുകാർ വയ്ക്കും പെണ്ണ് എങ്ങനെ ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നത്തേയില്ല. പാവം തന്നെ, അവക്ക് പ്രണയ ദൗർഭാഗ്യം ഉണ്ടായിരിക്കുന്നു. ആറാട്ടനെ വിളിക്കട്ടെ ഞാൻ. അങ്ങേരാണെങ്കിൽ അവിടെ മൂത്ത് പഴുത്ത് നിൽക്കുകയാണ്. ചേച്ചിക്ക് നല്ലോണം ചേരുകയും ചെയ്യും. അത് അങ്ങനെ ആറാട്ടനും പെണ്ണായി. അങ്ങനെ അവർ ടൗണിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ പോയി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അവിടുത്തെ വാഷ് ബേസിനൊക്കെ ആരോ വയറിളകിയ പോലെ. ഇത് എനിക്കും പലപ്പോഴും പറയണമെന്നും തോന്നിയിട്ടുള്ളതാണ്. കുറെ എണ്ണം ഉണ്ട്. അവന്റെയൊക്കെ കട്ടിൽ ചെയ്യണ പോലെ നാട്ടുകാരി കൂടി നിർത്തം ചെയ്തു വെക്കും. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുള്ളി ഒരു KSRTC ബസ്സിൽ കയറി യാത്രയാവുകയാണ് വീട്ടിലേക്ക്. ബസ്സിൽ കയറി ആസനം ഒന്ന് ഉറപ്പിച്ചതും ആസനത്തിൽ എന്തോ ഒരു എരിച്ചില്. ആ എരി പിന്നെ പുകയായി, പുഴുങ്ങലായി, പൊട്ടിത്തെറിയായി, പടക്കമായി. അതിന്റെ ഇടയിൽ കല്യാണ പെണ്ണ് വിളിച്ചിട്ട് സൊറ പറയാൻ നോക്കണം. ഇവിടെ ഒരുത്ത് എങ്ങനെയെങ്കിലും പിന്നണി ഗാനം പാടാതിരിക്കാൻ നോക്കുമ്പോഴാണ് ഇതിന്റെ കിന്നരി പോയിട്ട് വന്നേക്കണം. ഒരു പ്രളയം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം. ചേട്ടന് മൂലക്കുരുവിന്റെ അസ്കിത വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ചെട്ടിക്ക് തുറുമ്പ് വല്ലതും കയറി? അതെങ്ങനെടാ നീ കണ്ടുപിടിച്ച? ഒരുത്തം ബസ് ഇരുന്ന് മൂലോട്ട് അനക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞ മൂലക്കുരുവിന്റെ അസ്കിതയാവും. ഇവനൊക്കെ സേഡിയാവുള്ള കഴിവുണ്ട്. എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? എന്തായാലും ഉണ്ണിക്കൊണ്ടന്റെ ഉസ്പേത്ത് കേട്ടതും കാട്ടുവന്നി മൂലത്തി കുത്തിയിലും നായക ഇറങ്ങി ഓടുകയാണ്. ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ ഒരു 5 മിനിറ്റ് KSRTC നിർത്തി കൊടുക്കും. പബ്ലിക് ടോയ്ലറ്റ് അല്ലേ, അത് പ്രകൃതി രമണീയമായിരിക്കൂലല്ലോ. എടാ പാട്ട് പാടാൻ വന്നെങ്കിൽ നീ പാട്ട് പാടിയിട്ട് ഇവിടെ എന്നടാ ചൂലെടുക്കണത്? ആ പൊട്ടിയ ബക്കറ്റിനും വയറിളക്കോ? എന്തായാലും വല്ലച്ചതി തടവുകാരനെ മോചിപ്പിച്ച ശേഷം തന്റെ ഊരിട്ട പാന്റ് നോക്കുമ്പോ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ.
ഇനിയിപ്പോ എന്താ ചെയ്യാ? അതേസമയം ഇത്ര നേരം ബാത്റൂമിൽ പോയിട്ടും തിരിച്ചു വരാത്ത കാരണം ബസ്സിലിരുന്ന യാത്രക്കാരും ആ ബസ് സ്റ്റാൻഡിൽ കൂടിയുന്ന ആൾക്കാരും എല്ലാരും കൂടി 2500 പേര് നേരെ ആ പൊളിഞ്ഞ കക്കൂസ് കെട്ടിടത്തിലോട്ട് കയറി ചെല്ലുകയാണ്. ഇവന്മാര് ഫയർഫോഴ്സിനെയും പോലീസിനെയും വനംവകുപ്പിനെയും വരെ വിളിക്കാത്ത നന്നായി. എടാ ഒരുത്തൊന്ന് കുതിരാൻ പോയതിന് എന്തിനാ ഒരു രാജ്യം ഉണ്ടാക്കുള്ള ആൾക്കാരെ ഒന്ന് അവിടെ നോയിക്കൊണ്ടിരിക്കണ. ശൗചാലയത്തിൽ നിന്ന് കൗരവ യുദ്ധം കഴിഞ്ഞു വന്ന നായകൻ കാണുന്നത് ഒരു വലിയ പാണ്ടിപ്പടയാണ്. നായകനെ നാട്ടുകാരെ തമ്മിൽ ഏറ്റുമുട്ടി മരിക്കാതിരിക്കാൻ ബസ് കണ്ടക്ടർ അദ്ദേഹത്തിന് ഒരു കൈലിമുണ്ട് കൊടുക്കുകയാണ്. അത് കൊടുത്ത് ബസ്സിൽ കയറുമ്പോ ഉണ്ണിക്കണ്ണനൊക്കെ ഒരേ ചിരി. അങ്ങനെ ഇരിക്കുന്ന നായകന്റെ കുസൃതി കൗസല്യ സുപ്രധാനം പറഞ്ഞ് ഇന്ത്യ മുഴുവൻ വൈറലാവുകയാണ്. വൈറലായ പിന്നെ അത് വിറ്റ് വില്ലേജ് ഓഫീസിൽ അടയ്ക്കാൻ വീട്ടിൽ പെറ്റിടക്കണ പട്ടിയുടെ പ്രസവം വാർത്തയാക്കണ ചാനലുകളോട് എത്തുമല്ലോ. അവര് വന്ന് ഈ വിഷയം അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്ത് ചെറുപ്പക്കാരെ പബ്ലിക് ടോയ്ലറ്റിൽ മുണ്ടൂക്കി കളിച്ച് നാക്കും. പുരുഷ മേധാവിത്വം പബ്ലിക് ടോയ്ലറ്റിന്റെ, അതും ലേഡീസ് ടോയ്ലറ്റിന്റെ മുന്നിൽ വന്ന് നിന്ന് പൗരുഷം പ്രദർശിപ്പിക്കുകയാണ്. ഇവന്റെ ചെത്തി പട്ട്. ഈ വിഷയത്തോട് കല്യാണം ഉറപ്പിച്ച് പെണ്ണും കളഞ്ഞിട്ട് പോവും, കയ്യിലുണ്ടായിരുന്ന സർക്കാർ ജോലിയും പോവും. നിനക്കൊരു സർപ്രൈസ് ആയില്ലേ? അതാണ്. ഇനി നമ്മൾ അടുത്തതായി കാണുന്നത് സ്റ്റാർ മാജിക്കിൽ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏതോ ക്രൂയിസ് രവിയുടെ കോമഡിയാണ്. TV ഷോ നിലവാരത്തിലെ ഒരു കോമഡി ക്രിയാത്മകമായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പോയിട്ട് ഒരു കൊല്ലായിരുന്നു. അറബിയോട് വഴക്കുണ്ടാക്കുമ്പോഴേ എനിക്കറിയാൻ അവരിപ്പോ പറഞ്ഞു വിടുള്ളൂ. തിരിച്ചെടുക്കാനുള്ള പൈസ കൊണ്ടല്ലാതെ ഈ പണിയാണ് പോരുത്. ഒരു കാര്യമില്ലാതെ ഇപ്പൊ വീട്ടിൽ ഇരുന്ന് കൃപാസന മരുന്നും കുടിച്ചിരിക്കണ ബോധം പോയി രഘുവിനെ വിളിച്ച് ചുമ്മാ ഊക്കി വിടും. ചേട്ടാ ഈ കിഴക്കേക്കോട്ട തിരുവനന്തപുരത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഫോട്ടോയും വെച്ചിട്ടുണ്ടല്ലോ. ലാലേട്ടൻ, പൃഥ്വിരാജ് എല്ലാവരും ഉണ്ടല്ലോ. അതിനിപ്പോ ഞാനെന്താ വേണോ? ചേട്ടന്റെ ഫോട്ടോ ഇല്ല, അതിനെതിരെ പ്രതികരിക്കണ്ടേ നമുക്ക്? അച്ഛന് പോടാ മൈഗ്രേനോ വിളച്ചിലെടുക്കല്ലേ. അങ്ങനെ ഇരിക്കും നമ്മുടെ കാതൽ കൊണ്ട് ധനുഷ് നമ്മുടെ നായികയെ ഫുഡ് ഇൻസ്പെക്ടറെ കാണുകയാണ്. അവിടെ ചെന്നൊരു പരാതി കൊടുക്കും ഹോട്ടലിനെതിരെ. ആ ഹോട്ടൽ പൂട്ടിക്കണമെന്ന്. പക്ഷേ നമ്മുടെ നിയമത്തിന്റെ തെളിവാണ് ഒരു ആവശ്യം. തെളിവില്ലാതെ എങ്ങനെ ഒരു ഹോട്ടൽ പൂട്ടിക്കും? അപ്പൊ അനാർക്കലി പറയും ദേവപ്രശ്നമെങ്കിലും വെച്ച് എവിടെന്നെങ്കിലും കുറച്ച് തെളിവ് കൊണ്ടുപോകും. തെളിവില്ലാതെ ഇവിടെ ഒരു തുരുമ്പ് നടക്കൂലെന്ന് പറയും. എന്തായാലും സ്വന്തം കൈപ്പടൽ എഴുതി ഒരു പരാതി കൊടുക്കാന്ന് എഴുതി റോഡിൽ പരാതി എഴുതിയിരിക്കണ അമ്മച്ചിയുടെ അടുത്ത് പറയാം ഒരു പരാതി എഴുതരാൻ. പുള്ളിക്ക് പ്ലാനിംഗ് ഓഫീസിലാണ് പണി. പക്ഷെ സ്വന്തം ചുരി പരാതി എഴുതാൻ അറിഞ്ഞൂടാ. അല്ലെങ്കിലും നമ്മുടെ സർക്കാർ ജോലിക്കാർക്ക് പാരിതോഷികം വാങ്ങാനല്ലേ അറിയാവൂ. പരാതി എഴുതാൻ അവർക്ക് അറിഞ്ഞൂടല്ലോ. അത് പരിഹരിക്കാനും. അങ്ങനെ അവിടെ നിന്ന് എഴുതിയ പരാതിയുമായി നേരെ KSRTC പോകും. എന്നിട്ട് KSRTC കക്കോസ് ഓഫീസർക്ക് ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കും. എല്ലാ കംഫർട്ട് സ്റ്റേഷനും വൃത്തിയാക്കി സൂക്ഷിക്കണം. ഇത് എന്റെ പരാതി. അത് അപ്പൊ തന്നെ അയാൾ വലിച്ചു കീറി. അത് കണ്ടവന്റെ നടുപ്പേജ് കീറി. പിന്നെ അവർ ഇരുപേരും ചേർന്ന് അങ്ങേരെ മോന്ത വലിച്ചു കീറി. പിന്നെ അതിനുശേഷം നമ്മുടെ ഉല്ലൂക്കപ്പെട്ട നമ്മുടെ നായകനിരുന്ന് കുറെ ഉപദേശവും കൊടുക്കും. ഞാൻ കോൺഫിഡന്റ് ആണ്. നീ കോൺഫിഡന്റ് ആണ്? ആ ഉപദേശം കേട്ട് മോട്ടിവേറ്റ് ആയി ചാർജ് ആയി പുള്ളി നേരെ വന്ന് KSRTC ബസ്സിന്റെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കും. അതിനുശേഷം അവൻ പിന്നെ ഉപദേശിക്കും. നീ ചിന്തിക്കേ, നീ സമാധാനമായി ചിന്തിച്ച നമുക്കൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കേസ് നമ്മുടെ KSRTC ചില്ലെറിഞ്ഞ് പൊട്ടിച്ചത് ആരാണെന്ന് അറിയാം. അവിടെ കൈപ്പുഴ കുഞ്ഞപ്പം വരികയാണ്. നേരെ കൈതൊരു ആരും വെട്ടി മാറ്റിയില്ലേ. ഇനി കൈപ്പുഴ കുഞ്ഞപ്പന്റെ പേര് നീ എവിടെയെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ KSRTC 5 ചില്ല് പൊട്ടിയെന്നും പറഞ്ഞ് സർക്കാരിനെതിരെ അവിടെ വമ്പം പ്രതിഷേധം. സർക്കാരിനെതിരെ നല്ല രീതിക്ക് വിമർശനം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. വി.ഡി. സതീശനാണ് ഇതിൽ സ്ക്രിപ്റ്റ് എഴുതിയത്. പക്ഷെ എനിക്കിങ്ങനെ തോന്നിയില്ല. പറയേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. പബ്ലിക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ടതും ഉദ്യോഗസ്ഥരുടെ പല അനാസ്ഥയും വിവേകമില്ലായ്മയൊക്കെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവിനെ പണി പഠിപ്പിക്കണ്ട. പ്രതിയെ നമ്മളുടൻ കസ്റ്റഡിയിൽ എടുക്കും. മിടുക്കന്മാരായിട്ടുള്ള പോലീസുകാര് കേരള പോലീസിലുണ്ടല്ലോ. എന്റെ ഭക്ത അപകടം പിടിച്ച പണിയാണല്ലോ ചെയ്തു വെച്ചേക്കണ. അച്ചപ്പത്തിന് മീശ വെച്ച പോലെ ഇരിക്കണ്. കലോത്സവത്തിന് പ്രച്ഛന്ന വേഷം കിട്ടിയ ഏതോ 8ാം ക്ലാസ്സുകാരനെ പോലെ ഇരിക്കണ്. വലിയ മീശയും ചെറിയ തലയും. ശമ്പളം വല്ലതും കിട്ടിയോ റോൾ ചെയ്തതിന്. അതാ പ്രൊഡ്യൂസറെ കേരവനകത്തേറ്റ് കറക്കി കാണിച്ചിട്ട് പറഞ്ഞു വിട്ടാണ്. പ്രതിപക്ഷ നേതാവിനെ പണി പഠിപ്പിക്കണ്ട. അങ്ങനെ ഇരിക്കെ നമ്മുടെ നായകൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാസ് കാണിച്ച് കയറി ചെന്ന് താനാണ് ആ ബസ്സിന്റെ ചില്ലെറിഞ്ഞ് കല്ല് പൊട്ടിച്ചെന്ന് പറയുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാക്കണ. നമ്മുടെ കൈപ്പുഴ കുഞ്ഞപ്പ അവിടെ ഒരു ആടിനെ ഇടിച്ച് കരടിയാണെന്ന് പറയിപ്പിച്ച് വെച്ചേക്കണ്. അതായത് ഓൾറെഡി ഒരു ബംഗാളിയാണ് കല്ലെറിഞ്ഞെന്ന് പറഞ്ഞ് അവനെ പിടിച്ചവിടെ ഹാജരാക്കിയെന്ന്. അങ്ങനെ ഇരിക്കെ നമ്മുടെ അനാർക്കിളി മേഡത്തിന്റെ കൊച്ചു പെട്ടെന്ന് ഹോസ്പിറ്റലിലാവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ കൊച്ചിന് പെട്ടെന്ന് വയതേ ഹോസ്പിറ്റലിലാവുമെങ്കിലും കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ശരിക്കും നമ്മുടെ മറ്റേ റെസ്റ്റോറന്റിന്റെ മുതലാളിയാണ്. ബട്ട് ഗൈസ് ഇയാളൊരു ദുഷ്ടനാണ്. സംഭവം നമ്മുടെ നായകൻ കൊടുത്ത പരാതിയിൽ അവള് കേസെടുക്കും. ഇനി അതിലെങ്ങാനും കൈ തൊട്ടിക്കഴിഞ്ഞാൽ കൊച്ചിനെയൊക്കെ അപായപ്പെടുത്തുന്നു പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തും. പിന്നെ അത് കഴിഞ്ഞാൽ നായകനൊരു നായിക വേണമല്ലോ. അനാൽക്കരയ്ക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിലും ഭർത്താവില്ല, ഡിവോഴ്സിയാണ്. പിന്നെ അവരങ്ങ് സെറ്റാകും. ഒരു പാട്ടൊക്കെ പാടി ഡ്യുവറ്റ് അടിക്കും.
സർക്കാർ മേശയിൽ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കും, സുറ പറയും, പ്രേമിക്കും, മധുര ദിനങ്ങൾ പങ്കിടും. അങ്ങനെ ഇരിക്കെ ഓഫീസിൽ വന്ന് രണ്ടുപേർ പരസ്പരം ഈ മരിച്ചവർക്കും മരിക്കാൻ പോണവർക്കും നാട്ടുകാരുടെ മുന്നിൽ വലിയ വിലയാണെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ നായകൻ തന്റെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ ബിൽഡിംഗിന്റെ മുകളിൽ കയറി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി സകല പത്ര, മാധ്യമ, പോലീസ് സേനകളെ എല്ലാം അവിടെ വരുത്തിക്കും. ഇന്നവിടെ ആകെ ബഹളമാണ്. കൈപ്പുഴ കുഞ്ഞപ്പനും ടീമും വരും. മീഡിയ, ന്യൂസും കംപ്ലീറ്റ് സ്ഥലങ്ങളിലും ഇതൊരു വിഷയമായി മാറും. സംഭവം അവന്റെ ആവശ്യം മറ്റൊന്നുമില്ല ഗൈസ്. ഇവിടുത്തെ അനാസ്ഥ കാരണം തന്റെ ജീവിതം നാണക്കേടിലായില്ലേ? അതിനാൽ തന്നെ എല്ലാ പൊതു ശൗചാലയവും വൃത്തിയാക്കണം. തന്നെ വയറിളക്കിയ ഹോട്ടൽ അടച്ചു പൂട്ടണം. സർക്കാർ നന്നാക്കണം. ഇതാണ് ആവശ്യം. നമ്മൾ വിചാരിക്കും ഇവൻ ചാടൂലെന്ന് ഗൈസ്. പക്ഷെങ്കിൽ തെറ്റി. 5 നില കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് വിട്ടിട്ട് ഇവൻ ചാവൂല ഗൈസ്. എനിക്ക് ഒന്ന് കർത്താവ് ഇവനെ പ്രത്യേകം അനുഗ്രഹിച്ചതാണ്. കഴുത്തും കാലും ഒടിഞ്ഞതെങ്കിലും കാണിച്ചല്ലോ. എടാ, ഇത്രയും ഉയരത്തിൽ നിന്ന് വീണ ബ്രോക്ക് ലിസ്നർ പോലും മരിക്കും. ശരിക്കും അവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവനെ തള്ളിയിട്ടത് അവന്റെ കൂട്ടുകാരനായ ഉല്ലൂക്ക പട്ടയാണ് ഗൈസ്. ഇവൻ ചാടില്ലെന്ന് അവൻ അറിയായിരുന്നു. തൊട്ട് താഴെ മണലായോണ്ട് തള്ളിയിട്ട് അവൻ നേരെ മണലിലേ വീഴുമെന്ന്. മണ്ണിൽ വീണ ക്രമമനുസരിച്ച് മനസ്സൊന്നും ഇളകയുള്ളൂ. മസിലിന് മസാലയ്ക്കൊന്നും ഒന്നും പറ്റൂല. സോ ഗൈസ്, ഇനി നമ്മുടെ മറ്റേ ബംഗാളി ഇല്ലേ, കല്ലിറങ്ങുന്നു പറഞ്ഞ് പോലീസ് പിടിച്ചുകൊണ്ടുപോയ ബംഗാളി, അവനെ കോടതിയിൽ ഹാജരാക്കും. അപ്പൊ അവൻ പറയും അവനല്ല ചെയ്തത്, കൃത്യം നടന്ന ദിവസം അവൻ അവിടെ ഇല്ലായിരുന്നൊക്കെ പറഞ്ഞ് തെളിവ് കാണിക്കും. എന്നിട്ട് മമ്മൂട്ടിയുടെ കടുത്ത ആരാധകനായ ആ ബംഗാളി ഒരു ദാരുണമായ ഡയലോഗ് അങ്ങ് കാച്ചും. ഗ്രഹണം ഭരിച്ചാലും അതിന്റെ ഒരു സമയം സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്ത് വരൂ. ഇറ്റ്സ് ക്വൈറ്റ് അൺബിക്കമിങ് ഓഫീസർ. ഐ പിറ്റി യു ഫോർ ഡെഡിക്കേഷൻ. അത് ഞാൻ സമ്മതിച്ചടാ. എങ്ങനെയാ ആ ബംഗാളിയെ കൊണ്ട് ഇത്രയും വലിയ ഡയലോഗ് മുഴുന്നിയുള്ള പറയിപ്പിച്ച? അതിന് ഞാനൊരു കുതിരപ്പവൻ തരൂല. അങ്ങനെ ഒടുവിൽ നമ്മളെ ഹോട്ടൽ മുതലാളിനെ ഓടവെള്ളത്തിൽ മുക്കി പുള്ളിയുടെ ഹോട്ടലിലെ സീലും വെച്ച് അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് കാണിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉല്ലൂക്ക പട്ടയാണ് ഗൈസ് ആ ഗ്ലാസ് എല്ലാം എറിഞ്ഞ് പൊട്ടിച്ചത് വണ്ടിയുടെ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ പടം തീർന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും അങ്ങ് ആഫ്രിക്കയിൽ നിന്ന് കിളി പറഞ്ഞ ഒരുത്തനെ വിളിച്ചുകൊണ്ട് വന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് ഊക്ക് വാങ്ങിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. തലയിൽ കിളിക്കൂടുമായിട്ട് നമ്മുടെ കിളിപ്പോൾ വരെയാണ്. പുള്ളിയാണത്ര നമ്മുടെ നായകന്റെ വീഡിയോ എടുത്ത് വൈറലാക്കിയത്. ഒടുക്കം നമ്മുടെ കിളിപ്പോൾ KSRTC ബസിന്റെ മുകളിൽ കയറി മുണ്ട് ഉടുത്ത് പിന്നെ അത് ഉരിഞ്ഞിട്ട് ആടും. അതോടുകൂടി പടം ശരിക്കും സമൂഹത്തിൽ അഡ്രസ് ചെയ്യേണ്ട ഒരു വലിയ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. പോസ്റ്റിന്റെ മറവിലും മതിലിന്റെ മറവിൽ കാട്ടിലും പൊന്തക്കാട്ടിലും ഒക്കെ മൂത്രമൊഴിക്കാൻ പറ്റുന്ന പുരുഷന്മാർക്ക് ഒരു പക്ഷെ കംഫർട്ട് സ്റ്റേഷന്റെ പ്രാധാന്യത എന്താണെന്ന് അത്ര തന്നെ മനസ്സിലാകണമെന്നില്ല. ബട്ട് അതൊരു സ്ത്രീയോട് ചോദിച്ചാൽ കൃത്യമായും അവർ പറഞ്ഞു തരും. നല്ലൊരു മെസ്സേജ് ആയിരുന്നെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. കരുണയില്ലാത്ത ദൈവം കരഞ്ഞിട്ട് എന്ത് കാര്യം. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. താങ്ക്സ്. ലവ് യു.